കുറേ വർഷമായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് നാട്ടുകാർക്ക് വേണ്ടിയിട്ട്. അത് ജയം ഉണ്ടായാലും ഇല്ലെങ്കിലും തുടരും എന്ന് അച്ഛൻ പ്രൂവ് ചെയ്തതാണ്. അതുകൊണ്ട് ഇത്തവണ ജയിച്ചില്ലായിരുന്നെങ്കിലും അച്ഛൻ്റെ പ്രവർത്തനത്തിലൊന്നും മാറ്റമില്ല. അച്ഛൻ അതേപോലെ തന്നെ ഈ നാട്ടുകാർക്ക് വേണ്ടി നട്ടുപൊടിച്ചാണ് പണിയെടുക്കുന്നത്. അത് നിങ്ങളൊക്കെ കണ്ടാലും ഇല്ലെങ്കിലും. അപ്പം വലിയ വ്യത്യാസമൊന്നുമില്ല. അച്ഛൻ ഇതേപോലെ തന്നെയാണ് ജയിക്കുന്നതിന് മുന്നേ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് ഇന്നലെ ആയിട്ടല്ലേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് എങ്ങനെയായിരിക്കും നമുക്ക് അറിയില്ല. അത് വരുമ്പോൾ വെച്ചേ കാണാൻ പറ്റും. ഒരുപാട് ട്രോൾസും വളച്ചൊടിക്കൽ ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ പറയാത്ത കാര്യങ്ങൾ വരെ വളച്ചൊടിച്ചിട്ടുള്ള പ്രതിരോധങ്ങളായിരുന്നു അവർ നൽകിയിരിക്കുന്ന ആൾക്കാർ, ബാക്കിയുള്ള ആൾക്കാർ. അപ്പൊ ശരിക്കും ഇതിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനൊക്കെയാണ് എങ്ങനെയാണ് അതിപ്പം ചേട്ടൻ്റെ ആയിരുന്നാലും അച്ഛനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചേട്ടനൊരു വിഷമം തോന്നുമല്ലോ. പക്ഷെ നമ്മൾ എല്ലാവരും എന്താണ് പറയുക, ആൾക്കാർക്ക് പറയാനുള്ളത് പറയാം. അച്ഛൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം എന്ത് ഉദ്ദേശത്തിലാണ് അച്ഛൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആൾക്കാർ പറയുന്നതൊന്നും അത്രയ്ക്ക് വലുതായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ ഭാഗ്യയുടെ കല്യാണത്തിന് നമ്മൾ ലൂർദ് മാതാ പള്ളിയിൽ പോയിട്ട് ശരിക്കും ഒരു കിരീടം കൊടുത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കിരീടം കൊടുത്ത് പ്രശ്നം അല്ല, കിരീടം കൊടുത്തതിന് അവര് ശരിക്കും പറഞ്ഞാൽ അതൊരു ചെമ്പിനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മള് ഇപ്പൊ സുരേഷനാണെങ്കിൽ ഒരു വൈബാടായി കൊടുത്തതാണ്. അതിനെ പോലും കളിയാക്കിയിട്ടും ട്രോളാക്കിയിട്ടും വന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ശരിക്കും നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരു പ്രശ്നം ഇല്ലേ? ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ആൾക്കാർ പലതും പറയും. നല്ലത് ചെയ്താലും ആൾക്കാർ അതിലെന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. അതൊന്നും നമ്മൾ കെയർ ചെയ്തിട്ട് കാര്യമില്ല. അച്ഛൻ്റെ പണി നോക്കി പോവാണ്. അച്ഛൻ നാട്ടുകാർക്ക് വേണ്ടി എത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുന്നുണ്ട്. എത്ര വിമർശനം വന്നാലും ആൾക്കാർ കളിയാക്കിയാലും ട്രോൾ ചെയ്താലും അച്ഛൻ്റെ വർക്ക് മുന്നിൽ നിർത്തി, അച്ഛൻ്റെ കുടുംബത്തെ മുന്നിൽ നിർത്തി, അച്ഛൻ്റെ ആൾക്കാരെ മുന്നിൽ നിർത്തി തന്നെയാണ്, അച്ഛൻ്റെ നാട്ടുകാരെ മുന്നിൽ നിർത്തി തന്നെയാണ് അച്ഛൻ പ്രവർത്തിക്കുന്നത്. അതങ്ങനെ തന്നെ പോവുകയും ചെയ്യും. ആൾക്കാർ എന്തൊക്കെ വിമർശനം പറഞ്ഞാലും ഇല്ലെങ്കിലും അച്ഛൻ്റെ പണി ചെയ്യണം. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ മാത്രമല്ല, കേരളത്തിൽ മൊത്തം കാര്യങ്ങൾ ചെയ്യുന്നതാണ് അച്ഛനും നേരത്തെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ജയിച്ചാൽ തൃശ്ശൂർ മാത്രമല്ല കേരളത്തിൽ മൊത്തം ഒരു ഗുണം ഉണ്ടാവും. പക്ഷെ ആ ഗുണം ഉണ്ടാവും. പ്രധാനമന്ത്രി കാണാൻ പോയില്ലേ അച്ഛൻ? അവർ തിരിച്ച് കേന്ദ്രമന്ത്രിയായിട്ട് തിരിച്ചു വരട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ വഴി നടക്കത്തുള്ളൂ. നമുക്കതിലൊന്നും ഒരു സേ ഇല്ല. ആഗ്രഹം ഉണ്ടല്ലോ കേന്ദ്രമന്ത്രി ആയി കാണാൻ. ചേട്ടാ വണ്ടി എടുക്കണമായിരുന്നു. വണ്ടി എടുക്കണം.